ഈ ഒരു വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനിക്കാവുന്ന ചില വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ IAS പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക നമുക്കൊക്കെ അഭിമാനമാണ്. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെയൊക്കെ വല്യേട്ടൻ, നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഇക്കാല. ഈ IASകാരി പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കുമ്പോൾ ഒരു മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രത്തോളം പ്രൗഡാണ് നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ. അദ്ദേഹം തന്നിട്ടുള്ള സിനിമകൾ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിൽ ഉപരി നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം സഹജീവികളോട് കാണിക്കുന്ന കരുണയും കരുതലും അത് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടനെ നമ്മളെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ചിട്ട് ഞാനൊരു റിയാക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഞാനൊരു മമ്മൂക്കായെ സ്നേഹിക്കുന്ന, മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം നമുക്ക് സമാപന സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഓരോ മലയാളിയുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മമ്മൂക്ക എന്നുള്ളത് ഞങ്ങളും തിരിച്ചറിഞ്ഞു. അദ്ദേഹം നവരസ നായകനും അഭിനയ ചക്രവർത്തിയും മാത്രമല്ല, എങ്ങനെയാണ് ഒരു പക്ഷേ ഒരു വലിയേട്ടൻ ഉണ്ടാവേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ് ഒരു ഭർത്താവ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ് ഒരു അച്ഛനായിരിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെ തൻ്റെ ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, നമ്മുടെ പ്രതീക്ഷകളുടെ, നമ്മുടെ ധാരണകളുടെ, നമ്മുടെ ബന്ധങ്ങളുടെ, നമ്മുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമായ വ്യക്തിത്വമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും ഏറെ ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. ഒപ്പം ഞങ്ങൾക്ക് ഏറെ സവിശേഷവുമാണ്. അതിയായ സ്നേഹത്തോടുകൂടി മമ്മൂക്കയെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന, മമ്മൂക്കയുടെ ആരാധകർ ആരും ആയിക്കോട്ടെ, നമുക്കതൊരു അഭിമാനം തന്നെയാണല്ലേ. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൽ പങ്കെടുത്ത മമ്മൂക്കയെ കുറിച്ചിട്ടാണ് IASകാരിയായിട്ടുള്ള ദിവ്യ മാഡം ഇത് പറഞ്ഞത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുള്ള മമ്മൂക്ക ഈ വേദിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ജാതിയും മതവും ഒക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുക. മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. മനുഷ്യന് മേളിൽ ഒന്നുമില്ല, ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല. ഇത് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യുന്ന വ്യക്തിയുടെ മതം നോക്കിക്കൊണ്ട് ആ വ്യക്തിയെ ചെയ്യുന്ന തരത്തിലുള്ള എത്രയോ പോസ്റ്റുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ കണ്ടത്. ശ്രീനിവാസൻ ചേട്ടൻ മരിച്ച സമയത്ത്, മമ്മൂക്ക പോയ സമയവും അവിടെ ഒരുത്തനിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഇതിനു മുമ്പ് മമ്മൂക്ക സുഖമില്ലാതെ വന്ന സമയത്ത് മമ്മൂക്കെതിരെ വന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ, അതിശയ പോസ്റ്റുകൾ, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ ദൈവാധീനം തന്നെയാണ്. കാരണം അദ്ദേഹം ഈ സഹജീവികളോട് കാണിക്കുന്ന കരുണയും കരുതലും തന്നെയാണ് അദ്ദേഹത്തിന് ദൈവം വീണ്ടും ആയുസ്സും ആരോഗ്യമൊക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ആ മനുഷ്യൻ എത്രയോ നന്മകളാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ചില പേപ്പട്ടി വർഗ്ഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ഊളകൾ വന്നിട്ടാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കമന്റ് എടുത്തത്. വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള, ഇവിടെ മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വല്യേട്ടനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ സത്യം വലിയ അഭിമാനവും അതിലേറെ വലിയ സന്തോഷവും തോന്നുന്നുണ്ട്. ഗ്രേറ്റ്. എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.